the dignitaries present here, my dear Gershom family members, and all the attendees present here today. സാന്ത്വനം കുവൈറ്റിനും ഗർഷോം ഫൗണ്ടേഷനും ഏതാണ്ട് ഒരേ പ്രായമാണ്. 2021 തുടങ്ങിയ ഏകദേശം 23 വർഷം പൂർത്തിയാക്കുന്ന സാന്ത്വനത്തിന് 22 വയസ്സായ ഗർഷോമിൻ്റെ ഈ അതിപ്രശസ്തമായ ഈ അവാർഡ് വാങ്ങി ഇവിടെ നിൽക്കുമ്പോൾ ഈ അവാർഡ് വാങ്ങുന്നതിന് സാന്ത്വനത്തെ അർഹമാക്കിയ, അതിനുവേണ്ടി പ്രയത്നിച്ച, അതിന് കാരണഭൂതരായ ഇതിൻ്റെ ആളുകളുണ്ട്. അവരെ ഈ അവസരത്തിൽ ഞാനിവിടെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തുകയാണ്. 2001 കുവൈറ്റിൽ വളരെ ചുരുങ്ങിയ ചെറുപ്പക്കാർ, ഒരു വിരലിലെണ്ണാവുന്ന ആളുകൾ ചേർന്നാണ് ഈ സാന്ത്വനം രൂപം കൊടുത്തത്. അത്തരത്തിൽ 23 വർഷമായി നിരന്തരം ഒരു മാസം പോലും മുടങ്ങാതെ ഈ പ്രവൃത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന രീതിയിൽ ഒരു അടിത്തറ ഈ സാന്ത്വനത്തിന് ഇട്ടു തന്ന അതിൻ്റെ സാന്ത്വനത്തിൻ്റെ സ്ഥാപക സംഘാടകരെ ഈ അവസരത്തിൽ ഞാൻ നന്ദിയോടെ ഓർക്കുകയാണ്. അതുപോലെ തന്നെ ഈ സാന്ത്വനത്തിന് ഇതിന് കരുത്തായി നിൽക്കുന്ന 45ഓളം വോളണ്ടിയേഴ്സാണ്. അവരാണ് സാന്ത്വനത്തിൻ്റെ സന്ദേശം ആളുകളിലോട്ട് എത്തിക്കുന്നതും അവരിലുള്ള വിശ്വാസവും അവർ ബോധ്യപ്പെടുത്തുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലുമാണ് ആളുകൾ ഈ സാന്ത്വനത്തിന് ഇതിനുള്ള സംഭാവനകൾ എത്തിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ വോളണ്ടറി വർക്ക് ചെയ്യുന്ന അവരുടെ വളരെ വിലപ്പെട്ട സമയം ഇതിനുവേണ്ടി ചെലവഴിക്കുന്ന ഏകദേശം 45ഓളം വോളണ്ടിയേഴ്സ് ഉണ്ട്. അവരെല്ലാം ഈ അവസരത്തിൽ ഞാൻ നന്ദിയോടെ ഓർക്കുകയാണ്. അതുപോലെ 1800ഓളം അംഗങ്ങൾ, മലയാളികളും മറ്റ് സംസ്ഥാനക്കാരും മറ്റ് രാഷ്ട്രക്കാരുമായിട്ടുള്ള ആളുകൾ, കുവൈറ്റിലുള്ള ആളുകൾ, മനുഷ്യസ്നേഹികളായ ആളുകൾ, ഈ മനുഷ്യരുടെ രോഗാവസ്ഥകളും മറ്റ് ബുദ്ധിമുട്ടുകളും എല്ലാം മനസ്സിലാക്കി അകമഴിഞ്ഞ സംഭാവനകൾ ചെയ്യുന്ന ഏകദേശം 1800-2000ഓളം അംഗങ്ങളുണ്ട്. അവരെയും അവരുടെ സംഭാവനകളാണ് ഏകദേശം 1.25 കോടിയോളം രൂപയുടെ സഹായം ഒരു വർഷം ചെയ്യാൻ സാന്ത്വനത്തെ പ്രാപ്തമാക്കുന്നത്. ഏതാണ്ട് ഒരു മാസം ഒരു 120ഓളം ആളുകൾക്ക്, രോഗാവസ്ഥയിലുള്ളവരും മറ്റ് വിദ്യാഭ്യാസ സഹായത്തിനും മറ്റുമായിട്ടുള്ളവർ, അങ്ങനെ ഒരു ആവറേജ് ഒരു 10 ലക്ഷം രൂപയുടെ സഹായം ഒരു മാസം കേരളത്തിലും പ്രധാനമായി കേരളത്തിൽ, അതുപോലെ ഇന്ത്യയുടെ മറ്റു പ്രദേശങ്ങളിൽ ചെയ്യാൻ വേണ്ടി സാന്ത്വനത്തിന് കഴിയുന്നുണ്ട്. അത് 2001 തുടങ്ങി ഒരു മാസം പോലും ഇതുവരെ മുടങ്ങിയിട്ടില്ല. അതാണ് വളരെ ആഹ്ലാദത്തോടെ നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത്. അത്തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്ന എല്ലാവർക്കുമായിട്ട് ഞാൻ ഈ അവാർഡ് സമർപ്പിക്കുകയാണ്. അപ്പം ഗർഷോം ഫൗണ്ടേഷൻ ഇത്തരത്തിൽ പ്രവാസികളുടെ, കർമ്മനിരതരായ പ്രവാസികളുടെ അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവരെ കണ്ടെത്തി ഇത്തരത്തിൽ അവാർഡ് കൊടുക്കുന്ന ഒരു ഫംഗ്ഷൻ നടത്തുന്നത് വളരെ ശ്ലാഘനീയമായ കാര്യമാണ്. ഗർഷോമിൻ്റെ ഈ അവാർഡ്, അതുപോലെ തന്നെ ഗർഷോം ഫൗണ്ടേഷൻ്റെ പ്രവർത്തനങ്ങളും ഉത്തരോത്തരം ഭംഗിയായിട്ട് ഇനിയും മുന്നോട്ട് പോകട്ടെ എന്ന് ഈ അവസരത്തിൽ ഞാൻ ആശംസ കൂടി ചെയ്യുന്നു. ലോകത്തിൽ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. നമ്മുടെ ഈ ലോകത്തിൽ കമ്പാഷൻ, അനുകമ്പ എന്നൊരു വികാരം വളരെ കൈമോശം വന്നു പോകുന്ന കാലമാണ്. അപ്പം നമുക്ക് ചുറ്റുമുള്ള മനുഷ്യർ വളരെയധികം അനുകമ്പയും അനുതാപവും ദയയും എല്ലാം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട്, അവരെ അർഹിക്കുന്നുണ്ട്. അത്തരം ആളുകളെ, അത് അർഹിക്കുന്ന ആളുകളെ, അത് കിട്ടേണ്ട ആളുകളെ ഒരിക്കലും അവരെ അവഗണിക്കാതെ നമ്മുടെ സമ്പാദ്യങ്ങളിൽ നിന്ന്, നമ്മുടെ ആരോഗ്യത്തിൽ നിന്നും അധ്വാനത്തിൽ നിന്നെല്ലാം കഴിയുന്ന മറ്റു മനുഷ്യരെ കൂടി ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാവരും ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ ലോകം എത്രയോ മനോഹരമാകും. ഇപ്പോൾ ഉള്ളതിലും എത്രയോ മനോഹരമായ ലോകമായി ഇത് മാറും. എത്രയോ മനുഷ്യരുടെ ആകുലതകളും ദുരിതങ്ങളും നമുക്ക് നമ്മുടെ കൂടി സ്നേഹം കൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും. അപ്പോൾ അത്തരത്തിലൊരു ചിന്ത കൂടി എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആഗ്രഹിച്ചുകൊണ്ടും നിർത്തുന്നു. നന്ദി.